പൈസ കൊടുത്തില്ല. മാളേ ആ വന്നേ. ആ എന്നാ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിക്ക്. പിന്നെ കണ്ണി കണ്ട സാധനങ്ങളൊന്നും മേടിച്ച് പൈസ തീർക്കരുത്. കാരണം പൈസ കണ്ടെന്ന് വെച്ചാൽ നീ ചിലപ്പോൾ ഉള്ളതെല്ലാം കൂടി മേടിക്കേണ്ടി വരും. ആവശ്യമുള്ളത് മാത്രം മേടിച്ചാൽ മതി കേട്ടാ. അനാവശ്യമായിട്ട് പൈസ ചെലവാക്കരുത്. പിന്നെ ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ നിൽക്കണ്ട. അയ്യോ അത്ര നടക്കാനാ? എത്രയും 2-2.5 കിലോമീറ്ററേ ഉള്ളൂ. അതൊക്കെ നടക്ക്. വേറെ പണിയൊന്നുമില്ല. കുടുംബത്താവ് എക്സസൈസ് ചെയ്യുന്നില്ല. ഇതൊരു എക്സസൈസ് ആയിട്ട് കൂട്ടിയാൽ മതി കേട്ടാ. തണലുള്ള നോക്കി സൈഡ് പിടിച്ചങ്ങ് വെക്കോ, ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോ. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഓട്ടോറിക്ഷ പോരാ. സാധനങ്ങൾ മേടിച്ചിട്ട് ഓട്ടോറിക്ഷക്ക് വരണ്ട. നീ പതുക്കെ നടന്നു വന്നാൽ മതി. കൈ കിടക്കുന്ന എവിടെയെങ്കിലും വെച്ചിട്ട് 5 മിനിറ്റ് നിൽക്കാന്നിട്ട് വന്നാൽ മതി. പിന്നെ ഒരു കുപ്പി വെള്ളം എടുത്ത് കൈ പിടിച്ചോ, അല്ലെങ്കിൽ നിനക്ക് ദാഹം കൂടും. പിന്നെ അത് ജ്യൂസ് ആവും, ഉപ്പ് സോഡ ആവും, സർബത്താവും. അങ്ങനെ അനാവശ്യമായിട്ട് പൈസ കളയണ്ട. അവിടെ തിളപ്പിച്ചുള്ള ഒരു കുപ്പി എടുത്ത് കൈ പിടിച്ചോ കേട്ടാ. പറഞ്ഞ മനസ്സിലായ? അന്നി കണ്ട സാധനങ്ങൾ മേടിച്ച് പൈസ കളയരുത്. പൈസ കണ്ടാ പിന്നെ നിനക്കൊക്കെ പ്രാന്താണ്. ശരിയെന്നാ കറക്റ്റായിട്ട് ബില്ലും കാര്യങ്ങളെല്ലാം മേടിച്ചോളണം. ആ എന്താ ഫീലാണത്? മനുഷ്യനൊന്നും മതിയായി. അത് ചേട്ടനൂടെ എന്തൊക്കെ വന്നൂടെ? അത് പറ്റില്ല. ഞാൻ തന്നെ എല്ലാം ചെയ്യണം. മനുഷ്യന്റെ കയ്യില്ലേ കഴിച്ചു അമ്മച്ചേ. 50 രൂപ ലാഭിക്കാൻ വേണ്ടിയാണ് എന്നെ വെയിലത്തേക്ക് നടത്തിച്ചത്. ഓട്ടോറിക്ഷക്ക് വന്നെങ്കിൽ എനിക്ക് ഇത്ര കഷ്ടപ്പാടുണ്ടാ? അതൊന്നും അറിയണ്ടല്ല. ഞാൻ കഷ്ടപ്പെട്ടാലും എന്താണ്, പൈസ പോകാൻ പാടില്ല. മനുഷ്യനെ വെയിലത്തേക്കൂടി നടന്ന് ആകെ അവശത. ഈ വീട്ടിൽ ചെല്ലട്ടെ, ഇല്ലെങ്കിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ചോദിക്കും ഈ ഇത്ര നേരം ഇവിടെ പോയിരുന്നു.